വർഷത്തിന്റെ ആരംഭമായതുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. കാരണം ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്ക് തന്നെ പാപമാണ്. വർഷത്തിന്റെ ആരംഭത്തിലെ പാപമായിട്ട് നാം നിങ്ങളെല്ലാം പിന്നെ സന്തോഷത്തോടുകൂടി കൂടി നാം അതുകൊണ്ട് മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. അല്പസമയം മാത്രമേ ഞാൻ കിട്ടിയുള്ളൂ. ഒരു പേര് ഭാഗമായിട്ട് യേശുവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. യോശുവ 3-ാം അധ്യായം അതിന്റെ 3-ാം ഭാഗത്തിന്റെ അവസാന ഭാഗം. ഈ വാക്യത്തെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. അതിനുശേഷം 4-ാം വാക്യത്തിന്റെ അവസാനത്ത് ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ, ഈ വഴിക്ക് നിങ്ങൾ മുൻപേ പോയിട്ടില്ലല്ലോ. ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിലാണ് ഇത് പറയുന്നത്. അവർ പോകാത്തതായിരിക്കുന്ന ഒരു വഴിയിലേക്ക് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ച് അയക്കുകയാണ്. അവർക്കറിയാം ചെങ്കടൽ അവർ കടന്നതാണ്, ദൈവം അവരോട് ഉണ്ടായിരുന്നു. എന്നാൽ യോർദാൻ നദി കടക്കുവാൻ പോകുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെയും ഞാൻ കാണിക്കാൻ പോകുന്നതായിരുന്ന സ്ഥലം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല. ഇനി പോകാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അർത്ഥം 2024 നമ്മൾ ഇന്ന് കടന്നുപോയി. 2025 നാം പ്രവേശിച്ചിരിക്കുകയാണ്. 2025 എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കറിയുകൂടാ. എന്നാൽ ഒന്ന് നമുക്കറിയാം, 2024 ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2024 അനിഷ്ട സംഭവങ്ങൾ നിറയപ്പെട്ടതായിരിക്കുന്ന ഒരു വർഷമായിരുന്നു 2024. ഇപ്പോൾ സാക്ഷ്യത്തെ കേൾക്കുന്നുണ്ടായി. അനേക ബന്ധുത്തിൽ അനേക സംഭവങ്ങൾ, അനേക നിരാശയും ദുഃഖത്തിന്റെയുമായ സാക്ഷിയാണ് അവർ കേൾക്കാൻ ഇടയായിട്ട് വെക്കുന്നത്. ഇനി നാം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല 2024 വരണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 2025 നമ്മുടെ മുൻപാകെയാണ് നാം എത്തിയിരിക്കുക. 2025 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ 2025 പ്രവേശിച്ചപ്പോൾ വലുതായിരുന്ന ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞതായിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് 2025 അവർ യോർദാൻ നദി കടക്കുവാൻ തൊട്ടുള്ള ഇസ്രായേൽ മക്കൾ എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കണമോ ആ കാര്യങ്ങൾ നമുക്ക് 2025 പാലിക്കണം. എങ്കിൽ മാത്രമേ യോർദാൻ നദി കഴിഞ്ഞതിന് ശേഷം ഇതിലും വലിയൊരു എരിഹോ നമുക്ക് തകർക്കാനുണ്ട്. അപ്പോൾ എരിഹോ നമ്മൾ തകർക്കണമെന്നുണ്ടെങ്കിൽ യോർദാൻ നദി കടന്നേ മതിയാവുകയുള്ളൂ. യോർദാൻ നദി കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കാത്തത്. അല്പസമയം മാത്രം ഞാൻ എടുക്കുകയുള്ളൂ. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കാണണം. ആരെ കാണണം? ലോകത്തെ അല്ല, ലോകത്തിന്റെ അഭിലാഷത്തെ അല്ല, ലോകത്തിന്റെ ആർഭാടത്തെ അല്ല, ലോകത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന വിധത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ അല്ല. ആരെ കാണണം? നിയമപെട്ടകത്തെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെ നിങ്ങൾ അർത്ഥം ഈ 2025 നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, നാം കാണാത്തതായിരിക്കുന്ന 2025 നമ്മുടെ കാലം മുൻപോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വ്യക്തിയെ കാണുന്നതായിട്ടുണ്ട്. അതുപോലെ ദൈവം നിയമപ്പെട്ട് ചുമന്നതായിരിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ഈ 2025 കാൽ വെച്ചതുണ്ട്. കാലിന്റെ ഒരു വ്യക്തിയുണ്ട്, അത് വലിയമായിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ കാൽപ്പോട്ട് വേണം നമുക്ക് 2025 ജനുവരി മാസത്തേക്ക് യാത്ര സമയത്ത് തൊട്ട് നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കേണ്ടത് എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അത് മാത്രമല്ല അതിനുശേഷം പറയുന്നത് ഞാൻ തന്നെ വായിച്ചു പോവുകയാണ്. ലേവ്യപുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിടണം. നിങ്ങളുടെ സ്ഥലം വിടണം. അപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വിട്ടേ മതിയാവുകയുള്ളൂ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ആ യോർദാൻ നദി കടക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നല്ലതല്ല. ഇത് മരുഭൂമിയാണ്. ഈ മരുഭൂമി ഞാൻ നിങ്ങളെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, എന്റെ ജനങ്ങൾ കനാൻദേശത്ത് പ്രവേശിക്കണം. ഈ മരുഭൂമി എന്ന് താമസിക്കാനുള്ളതല്ല. നിങ്ങളുടെ പാപത്തിന്റെ ദുർവിന്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങളെ മരുഭൂമിയിൽ ആക്കി വെച്ചത്. എങ്കിലും ഞാൻ നിങ്ങളോടുള്ള മഹാസ്നേഹമാണെങ്കിലും മഹാദേവമാണെങ്കിലും ഞാൻ നിങ്ങളെ ഒരിക്കലും സ്ഥിരമായിട്ട് മരുഭൂമിയിൽ പാർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു സ്ഥലം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥാനമുണ്ടല്ലോ, ഈ സ്ഥാനം നിങ്ങൾ വിടണം. എനിക്ക് പിന്നെ ചെയ്യണം. സ്ഥലം വിട്ട് പുറപ്പെട്ട്
അതിന്റെ പിന്നാലെ ചെല്ലണം. അതിന്റെ പിന്നാലെ ചെല്ലണം. ആരുടെ പിന്നാലെ നാം ചെല്ലണം? വലിയവനായിരിക്കും ദൈവത്തിന്റെ പിന്നാലെ നാം ചെല്ലേണ്ടത് ആവശ്യമാണ്. ഈ നിയമപ്പെട്ടം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ പിന്നാലെ നമുക്ക് യാത്ര ചെയ്യാം. 2025 പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ, ദൈവമക്കൾ നമുക്ക് കീഴടക്കണമെന്നുണ്ടെങ്കിൽ, ദൈവത്തിനായിട്ട് ദൈവമക്കളായിട്ട് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങളെ പ്രതിബന്ധങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെയും അത് കടന്നുകൊണ്ട് മുൻപോട്ട് നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്നാമത്, നിങ്ങൾ ഒരു വ്യക്തി ഉണ്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആയിരുന്ന സ്ഥലത്ത് നിന്ന് വിട്ടേ മതിയാകുള്ളൂ. ആ സ്ഥലത്തോട് നമ്മൾ ടാറ്റ പറയണം. ടാറ്റ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആവശ്യമാണ്. മാത്രമല്ല, ഈ ലേഖ്യന്മാരുടെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യണം. ഇവിടെ നാം കാണുന്നുണ്ട്. അത് മാത്രമല്ല, പിന്നെ വായിക്കുന്നത് അതിന്റെ 5-ാം വാക്യം. പിന്നെ യോശുവ എഴുത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? പഴയ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചതിന് ശേഷം വിശുദ്ധീകരണം പ്രാപിക്കുക, അല്ലെങ്കിൽ ദൈവത്തിനായി ജീവിക്കുക. എന്നാൽ ഞാൻ ജീവിക്കാൻ തയ്യാറാണ്, പക്ഷെ പകരം ഞാൻ അനുഗ്രഹിക്കും. അതല്ല ദൈവവചനം പറയുന്നത്. ദൈവത്തിന് പറയുന്നത്, നീ ഇന്ന് നിന്നെ തന്നെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. 2025 ജനുവരി മാസത്തിന്റെ ആദ്യ ദിനത്തിലേക്ക്, സുപ്രഭാതത്തിലേക്ക് നാം എത്തിയിരിക്കുന്നതായി ഈ വേളയിൽ വൈകുന്നേരത്തിൽ ദൈവം പറയാണ്, നിനക്ക് യോർദാൻ നദി കടക്കണമെന്നുണ്ടെങ്കിൽ യോർദാൻ നദി കടത്തേ പറ്റുകയുള്ളൂ. ആ യോർദാൻ നദി ഉണ്ട്, വാസ്തവമാണ്. ആ യോർദാൻ നദി ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. ഇരപ്പിൽ പായുന്ന വെള്ളം ഉണ്ട്. അതിനെ ഞാൻ നിർത്തത്തില്ല. നിങ്ങൾ അതിപ്പോൾ കടന്നു പോകണം. ഈ യോർദാൻ നദി നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളാണ്. ഈ യോർദാൻ നദി നമ്മുടെ കൊണ്ടുപോയാൽ 2025 ഉണ്ട്. 2024 ഉണ്ടായിരുന്നെങ്കിൽ 2025 ഇതിൽ വലിയ പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, പല യോർദാൻ നദി നമുക്ക് മുമ്പോട്ട് കടന്നുപോയിട്ട് വരുന്നു. അത് യാതൊരു സംശയവുമില്ല. ദൈവത്തിനുമായി വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ചെങ്കടൽ കടന്നു, അവർ 40 വർഷം ഭൂമിയിൽ പാർത്തു. പല ദേവമക്കളും മരിച്ചുപോയി. അവരുടെ മക്കൾ ചെങ്കടൽ കടന്നില്ല. നോക്കുക, അവരുടെ മക്കൾ ചെങ്കടൽ കടന്നില്ല. അതുകൊണ്ട് അറിയാൻ നിന്റെ മക്കൾ ചെങ്കടൽ കടന്നില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ കടന്നേ മതിയാവുകയുള്ളൂ. നാം നടക്കുന്നതായി ചെങ്കടൽ യാത്രയോട് നമ്മൾ കടന്നുപോയ ചെങ്കടൽ യാത്ര. ഈ യാത്രയിൽ കൂടി നമ്മുടെ മക്കൾ യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മുടെ ജീവിതം കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഈ യോർദാൻ നദി നാം കടക്കുമ്പോൾ നാം അനുസരിക്കേണ്ടതായിരിക്കുന്ന ദൈവിക പ്രമാണങ്ങൾ, ദൈവിക വ്യവസ്ഥകൾ നാം അനുസരിച്ച് മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ നമുക്ക് മാത്രമല്ല ഗതികേട് വരുന്നത്, നമ്മുടെ മക്കളും നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യവസ്ഥകൾ പാലിക്കണം. ഇവിടെ പറയുന്നത്, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം നാളെ പ്രവർത്തിക്കും. ഇന്നെന്ത് ചെയ്യണം? വിശുദ്ധി പ്രാപിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണം. ഇന്ന് അനുഗ്രഹം വേണം. ഇന്ന് ദൈവത്തിൽ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞാൽ നാം വിശുദ്ധി പ്രാപിക്കുക എന്ന് പറയുന്നത് ആ ഒരു രീതി അല്ല ദൈവത്തിന്റെ രീതി. അത് നമ്മുടെ രീതി. അത് തെറ്റാണ്. എന്നെ ദൈവം അനുഗ്രഹിച്ചാൽ, എനിക്ക് ദൈവം സൗഖ്യം തന്നാൽ, എന്റെ മക്കളുടെ വിവാഹം നടന്നാൽ, എനിക്ക് വീട് വാങ്ങിച്ചു കിട്ടിയാൽ, എന്റെ ഭക്തരുടെ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസവും വിവാഹവും നടന്നു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനായി ജീവിക്കാം എന്നുള്ളത് നമ്മുടെ ബുദ്ധിയാണ്. അത് തെറ്റാണ്. ഇന്ന് നിങ്ങൾ വിശുദ്ധീകരണം പ്രാപിക്കുന്നുവെങ്കിൽ നാളെ, ഇന്നല്ല നാളെ ഞാൻ എന്ത് ചെയ്യും? അതിശയം പ്രവർത്തിക്കും. ഞാൻ അനുഗ്രഹം പ്രാപിക്കും. അത് മാത്രമേ ഒരു വാക്കിൽ പറയുന്നുണ്ട്. യോശുവ അധികാരത്തെ എഴുന്നേറ്റ് അവിടെ ഇസ്രായേൽ മക്കൾ എല്ലാവരും സിദ്ധിക്ക് പുറപ്പെടി യോർദാനിലേക്ക് വന്നു. മറുകര കടക്കുന്ന മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന് ജനത്തോട് കൽപ്പിച്ചു. 3 ദിവസം പാർക്കണ്ടായിട്ട് വന്നു. 3 ദിവസം പാർക്കിൽ വന്നത് യോർദാൻ നദിയുടെ അടുത്ത് വന്നിട്ട് അവിടെ പാളയം വെച്ച് അവിടെ 3 ദിവസം അവിടെ രാത്രി അവിടെ പാർക്കേണ്ടതായിട്ട് ദിവസം രാത്രിയും പകലും കൊണ്ടിരും. എന്തിനു വേണ്ടി? ദൈവത്തിനെ പേടിക്കൊണ്ടാണ്. ദൈവത്തിന് വേണ്ട. നിങ്ങളിൽ ആർക്കെങ്കിലും തിരിച്ചു പോകണമെങ്കിൽ പോകാം.
ആവശ്യമൊന്നുമില്ല. നിനക്ക് മരുഭൂമിയിലാണ് ജീവിക്കുന്നത്, മരുഭൂമിയിൽ താമസിച്ചു. എത്രമാത്രം തയ്യാറോടുകൂടി ജനുവരി 25 ഈ വർഷത്തിന്റെ ആദ്യ സമയത്ത് ദൈവം നമ്മോട് ചെയ്യുന്ന വലിയൊരു ചലഞ്ച് ഉണ്ട്. നിനക്ക് ഹിതമാണോ എന്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നവരിൽ 3 ദിവസം എന്നോടൊപ്പം ഈ സ്ഥാനത്ത് നീ താമസിച്ചേ മതിയാവുള്ളൂ. ചിലപ്പോൾ ആ സാഹചര്യത്തിൽ കൂടി നമുക്ക് മുൻപോട്ട് പോകേണ്ട വരുമ്പോൾ ഞാൻ മുൻപോട്ട് പോകട്ടെ. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരാം. യോർദാനിലെ വെള്ളത്തിന്റെ സമയത്തെത്തുമ്പോൾ യോർദാനിൽ നിൽക്കുവാൻ പഠിപ്പിക്കുക എന്തിനാണ് പറഞ്ഞത്? പറഞ്ഞിരിക്കുന്നത് നിയമപ്പെട്ടതും ചുമത്തുന്ന പുരോഹിതന്മാർ യോർദാനിലെ വെള്ളത്തിന്റെ വക്കത്തെത്തുമ്പോൾ ഇരപ്പിപ്പായുന്ന നദിയാണ്. അത് ഏറ്റവും കൂടുതൽ വെള്ളച്ചാട്ടമുള്ളതായിരുന്ന സമയമാണ് ആ സമയം. ഈ ഇസ്രായേൽ മക്കൾ യോർദാൻ നദി കടക്കാൻ പോകുന്നതായിരിക്കുന്ന സമയം. ആ സമയത്ത് വെള്ളത്തിന്റെ അടുത്ത് വന്നു. ആരെങ്കിലും വെള്ളത്തിൽ നിന്ന് വെള്ളം ഇരമ്പിപ്പായുമ്പോ പേടിക്കത്തില്ലേ? പേടിക്കും. എന്നിട്ട് പറയാണ്, പക്കത്തെത്തുമ്പോൾ യോർദാനിൽ നിൽപ്പാൻ കൽപ്പിക്കുക. ഓടിപ്പോകുന്നത്, ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി അനേകം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 2024 ചെറിയ പനി വന്ന്, കൊറോണ വന്ന്, അല്ലെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ വന്ന്, പ്രശ്നങ്ങൾ വന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോയ അനേകരുണ്ട്. എന്നാൽ ഇവിടെ പറയാണ്, പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ആ വക്കത്ത് വന്ന് നിങ്ങൾ പേടിക്കരുത്. നിങ്ങളവിടെ നിൽക്കണം, നിങ്ങളവിടെ നിൽക്കണം. ദൈവത്തിന്റെ കൽപ്പനയാണ്. നമ്മളവിടെ നിന്നേ മതിയാകുന്ന പേര്. അത് നല്ല സ്ഥലമല്ല. വെള്ളം എഴുതിപ്പായാണ്. ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാതെ പറയാൻ ഒക്കത്തില്ല. നിങ്ങളവിടെ നിന്നേ മതിയാവൂ. 17-ാം വാക്യത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. 18 വായിച്ചാണ് ഉറച്ചു നിന്നു. ദൈവം വേണ്ട ശക്തിയും കൊടുക്കും. കുറച്ച് ദൈവത്തിന് എന്റെ കൂടെ മതി. അപ്പോൾ ആ മധ്യത്തിൽ നിൽക്കുവാൻ മാത്രമല്ല, ഉറച്ചു നിൽക്കുവാൻ കൊണ്ടുള്ള ദൈവകൃപ നമുക്ക് ലഭിക്കും. പേരെ നാം നിൽക്കണം. നാം നിൽക്കി മാത്രമേ കഴിയുള്ളൂ. 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു. 4-ാം അധ്യായത്തിൽ 9-ാം വാക്യം. യോർദാന്റെ നടുവിലും നിയമപ്പെട്ട ചുമത പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്ത് യോശുവ 12 കല്ല് നാട്ടി. അവ ഇന്ന് വരെ ഇവിടെയുണ്ട്. പേരെ നാം ഇത് ലോകത്തിൽ ജീവിക്കുമ്പോൾ സാക്ഷിയുള്ള ആ കല്ല് പറഞ്ഞിക്കൊണ്ട് പോയിരിക്കുകയാണ്. ദൈവം നമ്മോട് ചെയ്ത് കാര്യങ്ങൾ നമ്മുടെ തലമുറ അറിയണം. ദൈവം നമ്മോട് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മുടെ തലമുറ അതിനെ മതിയാകും. അതിനുശേഷം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതും ദൈവസന്നിധിയില് ഒരു ആരാധന. ഏത് സ്ഥാനത്ത് പോയി കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ ഞാൻ പറയട്ടെ, യോർദാൻ യെരിഹോ മതിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെ യോർദാൻ നദി കടക്കണമെന്നുണ്ടെങ്കിൽ, യോർദാൻ നദി കടന്ന് മുമ്പോട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം അനിവാര്യമാണ്. ആരാധന വളരെ അത്യാവശ്യമാണ്. അതിന്റെ 7-ാം വാക്യത്തിൽ പരിച്ഛേദനയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഹൃദയ പരിച്ഛേദന നമുക്ക് ആവശ്യമാണ്. ഇതൊന്നും ഇല്ലാതെ കണ്ട് നമുക്ക് യോർദാൻ നദി കടക്കുവാൻ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ 2024 കഴിഞ്ഞ് 2025 നാം പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുൻപായി ഉള്ളതായിരിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മുൻപോട്ട് യെരിഹോ മതിൽ, വലിയൊരു മതിലാണത്. യെരിഹോ മതിൽ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവർത്ഥമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് ആവശ്യമാണ്. അതിനുശേഷം 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ യഹോവ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക. എന്താ കാരണം? എന്താ? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുമെന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ തന്നെ ചെയ്തു. വിശുദ്ധ സ്ഥലത്തേക്ക് അവർക്ക് എത്തുവാൻ കഴിഞ്ഞു. യോർദാൻ നദി കടന്നതിന് ശേഷം കനാനിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്.
പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തുണ്ടായിരിക്കുന്നത്. ആറാം വാക്യത്തിൽ എന്താ പറയുന്നത്? ആറാം അധ്യായത്തില് മൂന്ന് മകനായ യോശുവ പ്രവചനക്കാരെ വിളിച്ച് എന്നാൽ യെരിഹോവിന് ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുകൊണ്ട് അറിയിക്കുന്നു. ആരും പുറത്തിറങ്ങിയിട്ട് അകത്തേറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യെരിഹോ ഇസ്രായേൽ മക്കളുടെ കൈവാൻ വേണ്ടി ദൈവം ചെയ്തതായിരിക്കുന്ന ചില പ്രമാണങ്ങൾ, വ്യവസ്ഥകളാണ് നാം ഈ കഴിഞ്ഞ 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ നാം പഠിച്ചത്. ദൈവത്തിന്റെ ലക്ഷ്യമുണ്ട് പേര് നമ്മെ 2025 കാണുവാൻ ദൈവം അനുവദിച്ചുവെങ്കിൽ 2025 പ്രവേശിക്കുവാൻ കൊണ്ട് ദൈവം നമുക്ക് ഈ ഒരു വലിയൊരു സാവകാശം ദൈവം നമുക്ക് തന്നിരിക്കുന്നുവെങ്കിൽ ദൈവ വ്യവസ്ഥകൾ പാലിക്കുവാനും ദൈവം നമുക്ക് മുമ്പോട്ട് വെച്ചിരിക്കുന്നതായിരുന്ന ഏരിയകൾ, സ്ഥാനങ്ങൾ നമുക്ക് കരസ്ഥമാക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഒരു ദിവസം നമുക്ക് തരുന്നുവെങ്കിൽ ആ ദിവസം കൊണ്ട് ദൈവനാമം മഹിമപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. വേണമെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ ഹൈവേ ആക്കി വേണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ കടത്തി വിടാൻ പറ്റില്ലേ? ആരും പേടിക്കാനൊന്നുമില്ലായിരുന്നു. ഇസ്രായേലിലേക്ക് ഈ ഒരു നാഷണൽ ഹൈവേ ആക്കി ഒരു നല്ലൊരു റോഡാക്കി വെച്ചതിന് ശേഷം പറഞ്ഞാൽ അതെല്ലാം ദൈവ വ്യവസ്ഥ. ഇപ്പോൾ സാക്ഷികളൊക്കെ അതാണ് പറയുന്നത്. അതല്ല ദൈവവ്യവസ്ഥ. ദൈവവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ മോനെ നിനക്ക് ഈ യോഗ്യതയിൽ കൂടി ഇരപ്പായുന്ന യോഗ്യതയിൽ കൂടി നിനക്ക് പോകണം. നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് ചെയ്യാൻ കഴിയില്ല. എന്തോ ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന് ഇല്ല. അത് മനുഷ്യൻ ചെയ്യണം. കല്ലുരുണ്ടെന്ന് ദൈവം ചെയ്യുമോ? ഇല്ല. ജീവനെ കൊടുക്കാൻ ദൈവത്തിന് കഴിയും. അത് മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. വെള്ളം വീഞ്ഞാക്കി ദൈവം കലം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കലം ഉണ്ടാക്കിയാൽ വീഞ്ഞാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് കൊണ്ടുപോവാ, കരടി കൊണ്ടുപോവാ, കരടി കൊണ്ട് നമ്മുടെ ജോലി. നമുക്ക് ചില കർത്തവ്യങ്ങളുണ്ട്. ഈ 2025 നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള ദൈവം വിശാലമായിരിക്കുന്ന സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. അനേക കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനുണ്ട്. നമ്മുടെ മുമ്പാകെ പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന വ്യവസ്ഥകൾ നാം പാലിച്ചാൽ മതിയാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരുടെയും ക്ഷമയെ നശിപ്പിക്കുവാൻ കഴിയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഉണ്ടാകുകയോ നമ്മുടെ ഉണ്ടാകുകയോ അതുപോലെ തന്നെ നാം മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നാം ഇരിക്കുന്ന സ്ഥലം കിട്ടണം. ആ സ്ഥലം വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയൂ. അത് മാത്രമല്ല, വിട്ടതിന് ശേഷം എവിടെയോ പോയാൽ നിയമപ്പെട്ടണം ചുമക്കുന്ന ലേവ്യ പുരോഹിതന്മാരുടെ പിന്നാലെ, അതായത് കർത്താവായ യേശു നിയമപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിന് പിന്നാലെ നാം യാത്ര ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹിക്കാൻ കഴിയുള്ളൂ. നമുക്ക് യോർദാനിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. എലിയമ്മനെ കരക്കണമെന്നുണ്ടെങ്കിൽ ഈ വിധ വ്യവസ്ഥകൾ നമ്മുടെ പാലിച്ചറിയാവുന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിലൂടെ സഹായം ചെയ്യട്ടെ. പ്രാർത്ഥന